അഞ്ചെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടികളാണ്. ഈ ഇലക്ഷൻ പിന്നെ അങ്ങനെ പോകും, ഒരു ഫ്രണ്ട്ലി ഇതിൽ പോകും, മറ്റേ പോലെ. അതെ അതെ. ഇത് നമ്മള് ഒരു പേഴ്സണൽ കോണ്ടാക്ടിന്റെ ബേസിലാണ് ഇതിന് വോട്ടുകളൊക്കെ പോവുക. മറ്റേത് പാർട്ടി ബേസിൽ കുറവായിരിക്കും. അതെ അതെ. ഇവിടെ ഒരു വോട്ടൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ കാലിച്ചൊക്കെ ആ ഒരു വോട്ട് ഇട്ടിട്ടുള്ളോ? രസം. ജയിച്ച ആൾക്കാരുണ്ട്. അവിടെ എന്തായിരുന്നു ബഹളം പരിസരത്ത്. അങ്ങനെ ഇങ്ങനെ കളിയാക്കിയോ എടുത്തോടാ അടുത്ത വണ്ടി എടുത്തോടാ അതാലും പറഞ്ഞ നമ്മളെ ഭരണല്ലോ പറഞ്ഞു. അത് രസോ വെല്ലുവിളിക്കാൻ പോലെ ജയിച്ചു പോരാൻ വെല്ലുവിളിക്കാൻ പോലെ അടുത്ത പ്രാവശ്യത്തേക്കുള്ള വെല്ലുവിളിയാണ്. അതൊക്കെ വെല്ലുവിളിച്ചല്ലേ അവര് വെല്ലുവിളിച്ച് അയൽ കുറിച്ച് അവരെ വെല്ലുവിളിക്കാൻ അവരെ കളിയാക്കാൻ വേണ്ടി ജയിച്ചിരി കളിയാക്കാൻ വേണ്ടി അത് കളിയാക്കി എന്താക്കി കഴിഞ്ഞിട്ട് അവന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞങ്ങളെയൊക്കെ പൊക്കിക്കൊണ്ടുപോയി. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റാർന്നോടെ മാക്സി ഞാൻ കമ്മ്യൂണിസ്റ്റിലെ ജയിച്ചു. ഇലക്ഷനിൽ ഞാൻ നിൽക്കേണ്ടതാണ്. ഞാൻ നിൽക്കൂലെന്ന് വാശി പിടിച്ചാൽ മാക്സിനെ പിടിച്ചു. മാക്സി എന്നെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് കോൺഗ്രസിന്റെ ഓഫീസിൽ കൊണ്ടുപോയി പിടിച്ച് അവിടെ കെട്ടി മാക്സിനെ പൂരൊക്കെ കെട്ടിട്ടങ്ങനെ മുന്നിക്കാട് തല്ലിക്കൊണ്ട് നോക്കണ്ടേ. കാശ് കൊണ്ടാണ്ട് കുറയ്ക്കാനോട്ട് സ്ഥാനാർത്ഥി വന്നു. എടാ കുറച്ച് ലൈറ്റായിട്ടാ കുഴപ്പമില്ല. അതെന്താടാ മന്തി വാങ്ങാൻ പോയത് അനുവില്ലേ? മന്തി വാങ്ങാൻ പോയത് അത് മന്തി വാങ്ങിയത് എത്ര അവിടെ കെട്ടിയിട്ട് തിരിച്ചിട്ടാ പോയി ജയിച്ചോളാ പട്ടികളെ നീക്കണം ഇന്ന് ജാഗ്രത തോറ്റടാ മക്കളത്തിന് മക്കളത്തിന് കാര്യമാണ്. ഇവിടെയൊക്കെ തമാശ കളിയാണ്. ഇലക്ഷണങ്ങളിൽ മാത്രമാണ് ആൾക്കാരുണ്ടാവില്ലേ ഇവിടെ ബി ജെ പിക്ക് ആകെ ഒരു കിട്ടുമോ? ഞാൻ പോയി സ്റ്റാൻഡില് സ്റ്റാൻഡിൽ ബി ജെ പിന്റെ പറഞ്ഞുകൊണ്ടിരുന്നു. ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു പുള്ളിക്കാരത്തിന് പരിസരത്ത് കൊണ്ടിട്ടാണ് പിന്നെ അടുത്ത 5 കൊല്ലം കണ്ടാ വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാട്ടി 5 വോട്ട് 5 വോട്ടിട്ട് കിട്ടില്ല. അതോടെ 2 ദിവസം മുങ്ങിണ്ടാവും. 2 മാസത്തേക്ക് മുങ്ങിയാൽ അവിടേക്ക് ആകെ ഒരു വോട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. വെറും ഒരു വോട്ട് പിന്താങ്ങിയ ഒരു വോട്ട് ഇതില്ല. കൊണ്ടുപോയി ചാടിച്ചതാ. ആളുടെ വോട്ട് ആളുടെ ഇതിലല്ല മണ്ഡലത്തിലല്ല സ്ഥലത്തല്ല നിൽക്കുന്നത്, വേറെ സ്ഥലത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ വീട്ടുകാരും ചെയ്തില്ലാതിരിക്കും. ആലോചിച്ചോക്ക്. എന്നോട് ചോദിച്ചോ നിൽക്കാൻ പറ്റുമോ? ഞാനെന്താ ജയിക്കുന്ന
ചെല്ലാനുണ്ട്. ടാക്സി അതിനോട് പറഞ്ഞത് ടാക്സി പോയി ടാക്സി പോയി ചെല്ലാനോട്ട് പുറത്തോട്ട് അവിടെ വെള്ളപ്പൊക്കം വരുമ്പോ അങ്ങനെ ഒരു സലാവിന്റെ പേരെ കേൾക്കുള്ളൂ. അത് 8 പേര് അവിടെ കേൾക്കാറുള്ളൂ. അവിടെ വെള്ളപ്പൊക്കം വരുമ്പേ കടല് കളിക്കാനുള്ള ഒരാളെ പേര് അവിടെ കേൾക്കുള്ളൂ. അപ്പൊ അതിനോട് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഞാനൊക്കെ പോകുന്നുണ്ടാവും. പോകുമ്പോ ഒരു 10-15 ലോറി പിള്ളേരും കൊണ്ടുവരില്ല. എല്ലാത്തിനെയും പിടിച്ച് വണ്ടി കണ്ടിട്ട് കൊണ്ടുവരും. എല്ലാ പ്രാവശ്യം വെള്ളം കയറാറുണ്ടോ? എല്ലാ കൊല്ലം വെള്ളം കയറും. അവിടെ വെള്ളം കയറും. എല്ലാവർക്കും വെള്ളം കയറും. ഞങ്ങൾ പിടിച്ചോണ്ട വണ്ടിയില്ല. ഓടിക്കളയും. ഓടിച്ചിട്ട് പിടിച്ചു. കാര്യം തരും. അവര് പറയുന്നത് കടലൊക്കെ കൊണ്ടുപോകില്ലാന്ന് പറയുന്നത്. അത് കടല് കളിക്കാനൊക്കെ വെള്ളം കയറാൻ പോരാൻ ഭയങ്കരതായിരിക്കും അവർക്ക്. അങ്ങനെ ആ കടലിന്റെ മക്കളൊക്കെ